നമസ്കാരം. ഇറാനെതിരെ ഇസ്രായേലും അമേരിക്കയും നടത്തുന്ന ആക്രമണം ഒരു പുതിയ തലത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇന്ന് ഇറാൻ്റെ ആണവ ഹൃദയം എന്നറിയപ്പെടുന്ന അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആണവ നിലയമായ നഥാൻസ് ആണവ നിലയത്തിലേക്ക് അതിശക്തമായ ആക്രമണമാണ് ഇസ്രായേലും അമേരിക്കയും നടത്തിയത്. ഇറാൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആണവ പദ്ധതികളെല്ലാം തന്നെ തയ്യാറാക്കപ്പെടുന്നത് ഇവിടെയാണ് എന്നാണ് കരുതപ്പെടുന്നത്. ബങ്കർ ബസ്റ്റർ ബോംബുകൾ ഉപയോഗിച്ചാണ് അമേരിക്കയും ഇസ്രായേലും ഇവിടേക്ക് ഭീകരമായ തോതിലുള്ള ആക്രമണം നടത്തിയത് എന്നാണ് പറയപ്പെടുന്നത്. ഇറാൻ്റെ തലസ്ഥാനമായ ടെഹ്റാനിൽ നിന്ന് ഏതാണ്ട് 220 കിലോമീറ്റർ അകലെ സ്ഥിതി ചെയ്യുന്ന സ്ഥലമാണ് ഈ നഥാൻസ് ആണവ നിലയം. കഴിഞ്ഞ മാസം 28-ാം തീയതി ഇസ്രായേലും അമേരിക്കയും ആദ്യമായി ഇറാനിലേക്ക് ആക്രമണം നടത്തിയ അതേ ദിവസം തന്നെ ഈ നഥാൻസ് ആണവ നിലയത്തിലേക്കും അവർ ആക്രമണം നടത്തിയിരുന്നു. എങ്കിലും അന്ന് വലിയ തോതിലുള്ള കേടുപാടുകൾ സംഭവിച്ചിരുന്നില്ല എന്ന് വേണം കണക്കാക്കാൻ. പക്ഷേ ഇപ്പോൾ നടത്തിയ ഈ ഒരു ആക്രമണത്തിൽ വലിയ തോതിലുള്ള തകരാറുകൾ ഈ ആണവ നിലയത്തിന് സംഭവിച്ചു എന്ന് തന്നെയാണ് കരുതപ്പെടുന്നത്. ഇറാനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഒരു അഭിമാന സ്ഥാപനമാണ് ഈ നഥാൻസിലെ ആണവ നിലയം. പൊതുവെ ഇറാൻ്റെ ആണവ നിലയങ്ങളൊക്കെ തന്നെ സ്ഥിതി ചെയ്യുന്നത് പർവ്വത മേഖലകളിലും അതുപോലെ മലമ്പ്രദേശങ്ങളിലുമൊക്കെയാണ്. പെട്ടെന്ന് കണ്ടുപിടിക്കാൻ കഴിയാത്ത രീതിയിൽ ഭൂമിക്കടിയിലാണ് ഇവ പലതും സജ്ജീകരിച്ചിരിക്കുന്നത്. നഥാൻസും ഏതാണ്ട് ഇതേ രീതിയിൽ തന്നെയാണ് നിർമ്മിച്ചിരിക്കുന്നത് എന്നാണ് പറയപ്പെടുന്നത്. ഇവിടെ നടന്ന ആക്രമണത്തിൻ്റെയും പിന്നീട് അതിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥയുടെയൊക്കെ തന്നെ ഉപഗ്രഹ ചിത്രങ്ങൾ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. ഇതിൽ കാണുന്നത് ഈ മേഖല മുഴുവൻ തന്നെ പൂർണ്ണമായും കത്തി നശിച്ച അവസ്ഥയിലാണ്. കഴിഞ്ഞ വർഷം ഓഗസ്റ്റിൽ ഇസ്രായേൽ ഇറാനിലേക്ക് ആക്രമണം നടത്തിയ ആ സന്ദർഭത്തിലും ഈ നഥാൻസിന് നേർക്ക് ആക്രമണം നടന്നിരുന്നു. ചുരുക്കത്തിൽ ഇത് 3ാമത്തെ പ്രാവശ്യമാണ് ഈ ആണവ നിലയത്തിന് നേരെ ആക്രമണം നടക്കുന്നത്. എന്നാൽ ഇവിടെ നിന്ന് ആണവ വികിരണം ഉണ്ടായിട്ടില്ല എന്നാണ് ഇപ്പോൾ ഇറാൻ പറയുന്നത്. കൂടാതെ ഇത്തരത്തിലുള്ള ഒരു ആക്രമണം നടന്ന വിവരം ഇപ്പോൾ ഇറാനും സ്ഥിരീകരിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇതൊരു വ്യാജ വാർത്തയാകാനുള്ള യാതൊരു സാധ്യതയുമില്ല. ഉപഗ്രഹ ചിത്രങ്ങൾ കൂടി പുറത്തു വന്നതോടുകൂടി ഇക്കാര്യത്തിൽ ഉറപ്പ് വന്നിരിക്കുകയാണ്. ഈ പ്രദേശത്തിൻ്റെ ഉപഗ്രഹ ചിത്രങ്ങൾ കൂടി പുറത്തു വന്നതോടുകൂടി ഇപ്പോൾ ഇക്കാര്യത്തിൽ 100% സ്ഥിരീകരണം ഉണ്ടായിരിക്കുകയാണ്. ഒരുപക്ഷെ അമേരിക്കയും ഇസ്രായേലിനെയും ഇത്രയും പെട്ടെന്ന് ഒരാക്രമണം നടത്താൻ പ്രകോപിപ്പിച്ച കാരണങ്ങൾ രണ്ടായിരിക്കാം. ഒന്ന്, ഒരു കാരണവശാലും വെടിനിർത്തലിന് തയ്യാറല്ല എന്ന് ഇറാൻ വീണ്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇറാനിലെ വിദേശകാര്യമന്ത്രി അഗരാച്ചി തന്നെയാണ് ഇക്കാര്യം പ്രഖ്യാപിച്ചത്. ഒരു തരത്തിലും തങ്ങൾ വെടിനിർത്തൽ തയ്യാറല്ല എന്നും തങ്ങൾ ആക്രമണത്തിന് ഇനിയും മുന്നിട്ടിറങ്ങും എന്നുള്ള രീതിയിലാണ് അദ്ദേഹം സംസാരിച്ചത്. ഇന്നലെ ഇന്ത്യൻ മഹാസമുദ്രത്തിലുള്ള ഡിഗോഗേസിയയിലെ ബ്രിട്ടൻ്റെയും അമേരിക്കയുടെയും സൈനിക താവളത്തിന് നേർക്ക് ഇറാൻ ബാലിസ്റ്റിക് മിസൈലുകൾ അയച്ചിരുന്നു. 4000 കിലോമീറ്ററിലധികം സഞ്ചരിച്ചാണ് ബാലിസ്റ്റിക് മിസൈലുകൾ ഇവിടേക്ക് എത്തിയത്. ഇതിലൊരു മിസൈൽ മാർഗ്ഗമധ്യേ തന്നെ തകർന്നു വീണിരുന്നു. മറ്റൊരു മിസൈലിനെ അമേരിക്ക തകർക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ അത് ഇത്രയും ദൂരം വന്ന് എത്തി എന്നുള്ളതാണ് അമേരിക്കയും ഇസ്രായേലിനെയും അമ്പരപ്പിച്ചത്. നേരത്തെ 2000 കിലോമീറ്റർ വരെ സഞ്ചരിക്കാൻ തക്ക ശേഷിയുള്ള മിസൈലുകളാണ് ഇറാൻ്റെ കൈവശം ഉണ്ടായിരുന്നത് എന്നാണ് പൊതുവെ കരുതപ്പെട്ടിരുന്നത്. പക്ഷേ ഇത്രയും ദൂരം താണ്ടി എത്തുക എന്ന് പറയുന്നത് വളരെ അസാധ്യമായൊരു കാര്യമായിട്ടാണ് ഒരു കാലത്ത് കണക്കാക്കിയിരുന്നത്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഇറാൻ ധിക്കാരപരമായ രീതിയിൽ, അതായത് ഇത്രയൊക്കെ ആക്രമണം നടത്തിയിട്ടും വെല്ലുവിളിയോടുകൂടി വീണ്ടും മുന്നിൽ നിൽക്കുന്നത് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയാത്തത് കൊണ്ട് തന്നെ ആയിരിക്കാം അമേരിക്കയും ഇസ്രായേലും ഇപ്പോൾ ഇത്രയും ശക്തമായ തോതിലുള്ള ആക്രമണം അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആണവ നിലയത്തിലേക്ക് തന്നെ നടത്തിയിരിക്കുന്നത് എന്ന് വേണം കരുതാൻ. പശ്ചിമേഷ്യയിലെ യുദ്ധം അവസാനിപ്പിക്കാൻ തങ്ങൾ ആഗ്രഹിക്കുന്നു എന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വെളിപ്പെടുത്തിയതിന് തൊട്ട് പിന്നാലെയാണ് ഈ ഒരു ആക്രമണം നടന്നിരിക്കുന്നത് എന്നുള്ളതാണ് ഇതിൻ്റെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. യുദ്ധം നടത്താൻ ശരിക്കും അമേരിക്ക ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നുണ്ട് എന്നാണ് പൊതുവെ പറയപ്പെടുന്നത്. എങ്കിലും ഇസ്രായേലിനെ എങ്ങനെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കും എന്നുള്ളതാണ് ഇവിടെ ഉയരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യം. അമേരിക്ക വിചാരിച്ചാൽ പോലും ഇസ്രായേലിൽ നിന്ന് പിന്മാറ്റാൻ കഴിയുകയില്ല എന്നാണ് പൊതുവെ വിശ്വസിക്കപ്പെടുന്നത്. അപ്പോൾ ഈ ഒരു പശ്ചാത്തലത്തിൽ ഇനി അങ്ങോട്ട് യുദ്ധം ചെയ്ത് ഇറാനെ പരാജയപ്പെടുത്തിയതിന് ശേഷം അവിടെ ഒരു ഭരണമാറ്റം ഉണ്ടാക്കുക, അവിടുത്തെ മതഭരണകൂടത്തെ പുറത്താക്കി തങ്ങൾക്കിഷ്ടമുള്ള ഒരു ഭരണകൂടത്തെ അവിടെ നിയോഗിക്കുക എന്നുള്ളതായിരിക്കാം ഒരുപക്ഷെ അമേരിക്ക ഇനി അങ്ങോട്ട് ലക്ഷ്യമിടുന്നത്. അതിൻ്റെ ആദ്യ പടിയായിട്ട് തന്നെയായിരിക്കാം ഇത്രയും രൂക്ഷമായ തോതിലുള്ള ആക്രമണം നടന്നത്. ഏതായാലും വരും ദിവസങ്ങളിലുമൊക്കെ ശക്തമായ തോതിൽ ആക്രമണം നടത്താൻ തന്നെയാണ് ഇപ്പോൾ അമേരിക്കയും ഇസ്രായേലും പരിപാടിയിട്ടിരിക്കുന്നതെന്ന് തന്നെയാണ് ഇതിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആണവ കേന്ദ്രം തന്നെ ആക്രമിച്ചതിലൂടെ അമേരിക്ക ഇസ്രായേൽ നൽകുന്ന മുന്നറിയിപ്പ് ഇനി അങ്ങോട്ട് തങ്ങൾ ഇറാൻ്റെ പ്രധാനപ്പെട്ട പല സ്ഥാപനങ്ങളെയും തകർത്ത് തള്ളാൻ തയ്യാറെടുത്തിരിക്കുകയാണ് എന്ന് തന്നെയാണ്.